Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. ജീവൻ രക്ഷിക്കണമെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കൂ. വാ, നമുക്ക് ആ ഭാഗത്തോട്ട് ഓടാം. പിടിക്കവന്മാരെ, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കളയും. ശ്രദ്ധിച്ചു നോക്കൂ, മുമ്പിൽ വഴിയില്ല. നമ്മുടെ മുമ്പിൽ കാണുന്ന വഴി അടഞ്ഞിരിക്കുകയാണ്. ആ അടഞ്ഞിരിക്കുന്ന വഴിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോ കാണുന്നത്. ഒന്ന് മിണ്ടാതിരിക്കേ. 3 പ്രാവശ്യം പറഞ്ഞ വഴിയൊന്നും ഉണ്ടായി വരില്ല. നോക്ക് പിങ്കി, ക്യാമറ സൂക്ഷിച്ചു വെച്ചോളൂ. ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്യുന്ന മക്കട്ട് സിംഗിന്റെ എല്ലാ ഡീറ്റെയിലും അതിനകത്താണ് ഉള്ളത്, മറക്കണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവര് ലോങ് ഷോട്ടിൽ നിന്ന് ക്ലോസപ്പിലേക്കാണല്ലോ വരുന്നത്. ആ ക്യാമറ എനിക്കതാ. പയ്യ തിന്ന പനയും തിന്ന. അറ്റാക്ക്! നിങ്ങളിപ്പോൾ കാണുന്നത് എന്നെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ലൈവാണ്. മൂക്കിനിട്ടാണ് ഇടികൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ തത്സമയ സംപ്രേഷണം കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ കണ്ണിലാണ് അടികൊണ്ടിരിക്കുന്നത്. അയ്യോ അയ്യോ. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പൊ ഭൂമി മൊത്തം ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തേക്ക് ഞങ്ങൾ വെറുതെ വിടുകയാണ്. അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചാൽ മാക്കട് ബായി നിന്നെ ഒന്നും വെറുതെ വിടില്ല. ആ ക്യാമറയും എന്റെ മെമ്മറി കാർഡ് എല്ലാം അവന്മാര് നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷൻ എല്ലാം തന്നെ വെറുതെ ആയി പോയി. നമ്മളെപ്പോഴും ഓപ്പറേഷൻ നടത്തിയേ? നമ്മൾ മാക്കർ സിംഗിനെതിരായിട്ടുള്ള തെളിവുകൾ മാത്രമല്ലേ എടുത്തിട്ട് വന്നത്? കഴുതേ, ആർക്കെങ്കിലും എതിരെ നമ്മൾ തെളിവുണ്ടാക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? എന്റെ കൂട്ടുകാരെ, ഒരുപാട് കഷ്ടപ്പെട്ട മാക്കട സിംഗിന്റെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത്. കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയായി. ചേട്ടാ ചായ തരൂ. ഇപ്പൊ തരാം. മാക്കട സിംഗിനെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടിയതാ. അയാൾ വലിയ ഡേഞ്ചർ ആണെന്നും ഇന്റർനാഷണൽ സ്മഗ്ലർ ആണെന്നും ലോകം ഇന്ന് അറിയേണ്ടതായിരുന്നു. അതെ, ഇന്ന് അവൻ ആ ക്യാമറ കണ്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി നടന്നേനെ. സംശയമുണ്ടോ? എല്ലാം എന്റെ തെറ്റാണ്. ലോങ് ഷോട്ടിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്ലോസപ്പിൽ എടുക്കാൻ മുൻപോട്ട് പോകാൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ തെളിവ് വീണ്ടും ഷൂട്ട് ചെയ്തുണ്ടാക്കും. ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവനെ പോലുള്ള സ്മഗ്ലേഴ്സിനെ പിടിച്ചകത്തിടണം. ശരിയാണ്. അവന് നമ്മളെ നന്നായിട്ട് അറിയാലോ. ആ ഐഡിയ. അവര് പറഞ്ഞത് ഡീല് സംസാരിക്കാൻ ഒരു അറബി വരുന്നുണ്ടെന്നാ. ഇൻസ്പെക്ടർ പാണ്ഡ അയാളെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അറബി ഷേക്ക് ആയിട്ട് ആയിക്കോട്ടെ, പക്ഷെ ഇത്രയും പേരെങ്ങനെ അങ്ങോട്ട് പോകുന്നത്? തീർച്ചയായും പോവാം. മാക്കട്ട് സിംഗ് അത്യാഗ്രഹിയ. അവന്റെ ശ്രദ്ധ പണത്തിലേക്കാക്കാം. നമുക്ക് പറയാം ഇത് ഫാമിലി ബിസിനസ് ആണെന്ന്. അതുകൊണ്ട് ഫാമിലി മുഴുവൻ ഡീൽ സംസാരിക്കാൻ വന്നു. ലോജിക്കുള്ളതാണ്. അയാൾക്ക് സംശയം ഉണ്ടാവാതെ നോക്കണം. അയാളെ നമ്മൾ തീർച്ചയായിട്ടും അല്ല, ഈ
ക്യാമറ കൊണ്ട് പേഴ്സിനകത്ത് വെച്ച പിന്നെ അതുകൊണ്ട് എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നത്? എടാ പേഴ്സിൽ ഹോൾ ഇട്ടിട്ട് അതിൽ ക്യാമറ ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. സംശയമുണ്ടോ? Game on! Now game on with Kiko. And get your power mode on! If you have not experienced the same, download the game. Available on Google Play. ദാ നോക്കൂ, ഒരു ആങ്കറോട് ചെയ്യുന്ന ക്രൂരത. ഒരു തെറ്റും ചെയ്യാതെ തന്നെ അയാളുടെ മുഖം കറുപ്പിച്ചിരിക്കുകയാണ്. സാർ, സാറിനെ എല്ലാവരും ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സാർ സ്റ്റാർ ആണ്. സാറിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാറിന് മേക്കപ്പ് അത്യാവശ്യമാണ്. വേഗമാവട്ടെ, നമുക്ക് ഒട്ടും സമയമില്ല. പിന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മാക്കട സിംഗ് വളരെ ബുദ്ധിമാനാ. ഇതെല്ലാം എണ്ണയിലുണ്ടാക്കിയ ഭക്ഷണമാണല്ലോ. ബോസ്, അയാൾ ഇങ്ങനെ എണ്ണയിൽ ഉണ്ടാക്കിയതൊന്നും കഴിക്കില്ല. വിദേശിയല്ലേ? എടാ, ഞാൻ മാക്കട്ട് സിംഗ് ആണ്. മാക്കാട് എല്ലാ കാര്യങ്ങളും അറിയാം. അവർ അറബികളാണ്. എണ്ണക്കിണറുകൾ വരെയുണ്ട് അവർക്ക്. അപ്പൊ എണ്ണയിൽ ഉണ്ടാക്കിയതായിരിക്കില്ലേ കഴിക്കുന്നത്? മാക്കട്ട് സിംഗിനെ മണ്ടനാക്കാൻ നോക്കണ്ട. കുഷാമദീദ്, കുഷാമദീദ്. ശുക്രാൻ, ശുക്രാൻ, ശുക്രാൻ. ബുധൻ, ചൊവ്വ, പിന്നെ പ്ലൂട്ടോ. അല്ല, ഇതാരാണ്? ഹണി. ഞങ്ങളുടെ ഹണി ഞങ്ങളുടെ ഹൃദയത്തിന്റെ വഴികാട്ടിയ എന്താ ബീഗമാണ്. പക്ഷെ താങ്കൾ ഒറ്റയ്ക്ക് വരാണ്ടിരിക്കുമായിരുന്നില്ലേ? ഞാനിവിടെ വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാ. കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. എത്രയും പേരും ഒറ്റയ്ക്ക് തന്നെയാ വന്നത്. അതെ, ഞാൻ അവന്റെ ചേട്ടനാണ്. പിന്നെ ഇവനാണെങ്കിൽ എന്റെ ചേട്ടനുമാണ്. പിന്നെ അനിയന്റെ അനിയനാണെങ്കിൽ അനിയനായിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെയും അനിയനാണ്. ഓക്കെ ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഈ ബിസ്ക്കറ്റ് കഴിക്കൂ, ഇത് താങ്കൾക്കുള്ളതാണ്. എന്താ കാണിച്ചത്? നിങ്ങളുടെ ബിസ്ക്കറ്റ് കടിച്ചത് കാരണം എന്റെ ബീഗത്തിന്റെ പല്ല് പോയി. സാർ, അത് താങ്കൾക്കുള്ളതായിരുന്നു. അതൊരു ഗോൾഡൻ ബിസ്ക്കറ്റ് ആണ്. സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവിടെ മിണ്ടാതിരിക്കും. ഇത് വെറും സാമ്പിൾസ് ആണ്. താങ്കൾക്ക് വേണ്ടി 2 പെട്ടി അകത്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഡീൽ ഇങ്ങനെയായിരുന്നോ? ഞങ്ങളെ പെട്ടികളെല്ലാം ചുമന്നുകൊണ്ടാണോ ഞങ്ങളുടെ രാജ്യത്ത് പോകേണ്ടത്? കൊച്ചലിയും വിഷമിക്കണ്ട, നമുക്കത് പ്ലെയിനിൽ കൊണ്ടുപോവാം. അല്ല, താങ്കളുടെ ഭീക എന്താ താങ്കളെ അളിയാന്ന് വിളിക്കുന്നത്? അളിയാന്നല്ല, കൊച്ചളിയാന്ന. അവള് സ്നേഹം കൂടുമ്പോ പേരെ വിളിക്കൂ. ഇത് വലിയളിയനാണ്, ഇത് കൊച്ചളിയനാണ്. പിന്നെ ദാ ആയിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ചെറിയ അളിയനാണ്. അപ്പൊ ഇതേനല്ലേ ഏറ്റവും ചെറിയ കൊച്ചളിയൻ? എന്താണോ തന്റെ തലയിൽ മുഴുവനും കളിമണ്ണാണോ? ഇത് വലിയളിയനാണ്, ഇത് ചെറിയ അളിയനാണ്. പിന്നെ ഞാനാണ് കുഞ്ഞളിയൻ. അതായത് ഇത് വലിയളിയൻ, ഞാൻ കുഞ്ഞളിയൻ, ഈ ഇരിക്കുന്നത് കൊച്ചളിയൻ. എന്റെ മോ, എന്താ ഇത്? എത്ര അളിയന്മാരാ? എടോ മരമണ്ട, ആകെ 3 അളിയന്മാരല്ലേ? ഇനി നിങ്ങൾ ഇത് പറ, ഞങ്ങൾ ഈ ഗോൾഡൊക്കെ എങ്ങനെയാ കൊണ്ടുപോവുക? എന്റെ അറബി, അതോർത്ത് വിഷമിക്കണ്ട. ഇതെല്ലാം ഷിപ്പിലാക്കി നിങ്ങളുടെ കൺട്രിയിലേക്ക് അയച്ചു തരാം. ഷിപ്പിലായതുകൊണ്ട് പേടിക്കാനും ഒന്നുമില്ല. അത് വളരെ സേഫ് ആയിട്ട് തന്നെ നിങ്ങളെ കൺട്രിയിൽ എത്തിക്കോളും. ഞങ്ങൾ മണ്ടന്മാരല്ല. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. മാക്കട്ട് സിംഗ് പറഞ്ഞ വാക്കാണ്. ഷിപ്പിലെ ക്യാപ്റ്റന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 പെട്ടികളും സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തും. കൊള്ളാം കൊള്ളാം. അപ്പോ നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ രാജ്യത്തും ഉണ്ടെന്നാണോ? ഞാൻ 20 കൺട്രികളിലായി ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ട്. താങ്കൾ ഈ സമൂസ കഴിക്കൂ. ഈ സമൂസ വളരെ നന്നായിട്ടുണ്ട്. ലോങ് ഷോട്ടിൽ തന്നെ. ലോങ് ഷോട്ടിലോ? എന്താ ഷൂട്ടായോ? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്ത് ഷൂട്ടായിന്നാ പറഞ്ഞേ? അത് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു ഷൂട്ട് നടക്കുന്ന കാര്യമാ പറഞ്ഞത്. കൊച്ചളിയും വല്യളിനോട് അതിനെ പറ്റി പറയായിരുന്നു. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. മാക്കട്ട് സിംഗ് മണ്ടനല്ല. സിസ്റ്റർ, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ ഇല്ലില്ല, സത്യത്തിൽ നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിച്ചതാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളെയല്ല. ആരല്ലെന്നാണ് മാഡം?
നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇതാ ന്യൂസ് ചാനലിലുള്ള പിങ്കിയാണെന്ന്. ഇതാ പിങ്കി അല്ല. ഇതാ ന്യൂസ് ചാനലുകാർ തന്നെയാണ്. അയ്യോ, ഇവരെങ്ങനെയാ ഈ കാര്യമൊക്കെ അറിഞ്ഞത്? ജീവൻ വേണമെങ്കിൽ വേഗം വീട്ടിലേക്ക് പൊക്കോളൂ. രക്ഷപ്പെടണമെങ്കിൽ ക്യാമറ എടുക്കൂ, എന്നിട്ട് ഓടിക്കോളൂ. ഓടിക്കോ. വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഓടിയത് കൊണ്ടാ എല്ലാം കുളമായേ. വേണ്ട സാർ, ഇപ്പൊ ഇങ്ങ എത്തും. അതുവരെ യുവമാരെ ഇവിടെ പിടിച്ചു നിർത്തണം. കൈവിട്ട് പോകരുത് കൂട്ടുകാരെ. യുവമാരെ അരി ഇടിക്കുന്നത് പോലെ ഇടിച്ചൊതുക്ക്. അറ്റാക്ക്. അയ്യോ, പിടിക്കവരെ. സാർ പിടിക്കേ. ബണി, ബാഗ് പിടിക്കേ. നീ പോയി ബോസിനെ സഹായിക്ക്. ഈ തത്തയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ, എന്റെ സൈസ് കണ്ട് നീ കൺഫ്യൂഷൻ ആവണ്ട. സംശയമുണ്ടോ? മക്കട്ട് പിങ്കിനെ വെറുതെ ഓടിക്കരുത് പറഞ്ഞേക്കാം. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നിനക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ലോടാ തത്തേ. താങ്ക് യു മക്കാട്ട് സിംഗ്. യു ആർ അണ്ടർ അറസ്റ്റ്. സക്സസ്ഫുൾ ആയിരിക്കുന്നു. രാജ്യം മുഴുവൻ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ഒരു തിരയിളക്കം തന്നെ സൃഷ്ടിക്കും. ഇനി സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ എല്ലാവരും ഉറക്ക ഗുളിക കഴിച്ചോ. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ. സംശയമുണ്ടോ?